അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയ ദ എൻട്രി ഓഫ് നോഹയിലാണ്. അതായത് സാക്ഷാൽ ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനെയും ദൈവം നശിപ്പിക്കാൻ പോവാണ്. അപ്പോൾ അന്ന് ഈ ലോകത്തുണ്ടായിരുന്ന ഒരേ ഒരു നല്ല മനുഷ്യൻ നോഹയായിരുന്നു. ദൈവം അപ്പോൾ നോഹയ്ക്ക് ഒരു ചാൻസ് കൊടുക്കുന്നു. നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ രക്ഷിക്കാം, ബാക്കിയുള്ള എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കും. ദൈവത്തിനെ കണ്ടപ്പോൾ ഈ ലോകത്തുള്ള എല്ലാം നീചമാണ്. അതായത് ദൈവം പറയുന്നത് നോഹയല്ലാതെ അല്ലെങ്കിൽ നോഹയുടെ കുടുംബം അല്ലാതെ ആ ലോകത്തിൽ വേറെ ഒറ്റ മനുഷ്യരും നല്ലവരില്ല, ദൈവത്തോട് ചേർന്ന് നടക്കുന്നില്ല. അന്നും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നായിരിക്കുമല്ലോ. ആ കുട്ടികളെ ഉൾപ്പെടെ എല്ലാത്തിനെയും ദൈവം നശിപ്പിച്ചു കളഞ്ഞു. ഈ ബൈബിളിലെ ഈ ഒരു ദൈവം ഭയങ്കര ക്രൂരനാണ്. ബലി വേണം, ഇഷ്ടപ്പെട്ടില്ല എല്ലാത്തിനും നശിപ്പിച്ച് കളയും. ഇത് ദൈവമല്ലേ? ദൈവത്തിന് അത് ഇഷ്ടമുള്ള പോലെ ആക്കിക്കൂടെ? ദൈവം വിചാരിക്കുന്ന പോലെ ആക്കിക്കൂടെ ഈ ലോകം? അത് പറ്റത്തില്ല, എല്ലാം നശിപ്പിച്ച് കളയാം. ദൈവം നോയോട് പറയുന്നത് എല്ലാ മൃഗങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും വിളിച്ച് പെട്ടകത്തിൽ, അതായത് അവരുടെ ബോട്ടിൽ കയറ്റണമെന്ന്. ശുദ്ധിയുള്ള മൃഗങ്ങൾ 7 എണ്ണവും ശുദ്ധി ഇല്ലാത്തത് 2 എണ്ണവും വെച്ച്, അതായത് ആണും പെണ്ണുമായി. ഇങ്ങനെ ജീവികളെ ബോട്ടിൽ കയറ്റാനാണ് ദൈവം പറയുന്നത്. ദൈവം ഉണ്ടാക്കിയതിൽ ദൈവം തന്നെ തരംതിരിച്ചു കഴിഞ്ഞു, ശുദ്ധിയുള്ളതും ശുദ്ധി ഇല്ലാത്തതും. അപ്പോൾ ഈ ശുദ്ധിയും അശുദ്ധിയും ഉണ്ടാക്കിയത് ദൈവം തന്നെ അല്ല. ദൈവം പറയുന്ന ഈ ശുദ്ധി ഇല്ലാത്ത മൃഗങ്ങൾ ഏതാണ്? ഈ ശുദ്ധി ഇല്ലാത്ത മൃഗങ്ങളെ ഉണ്ടാക്കിയ ദൈവം തന്നെ അല്ലേ? അപ്പോൾ ഉണ്ടാക്കിയ ദൈവത്തിന് ശുദ്ധിയില്ലേ? പിന്നെ ബൈബിളിലെ കഥ അനുസരിച്ച് നോഹ ഇവരെ എല്ലാവരെയും കൂട്ടുന്നുണ്ട്, എല്ലാ മൃഗങ്ങളെ, എല്ലാ ഇഴജന്തുക്കളെ, എല്ലാ ജീവജാലങ്ങളെയും. പക്ഷെ ഒരു സംശയം, നോഹ എങ്ങനെ ഈ പല കോണ്ടിനെന്റിൽ പോയിട്ട് ഓരോ മൃഗങ്ങളെയും അല്ലെ 7 എണ്ണത്തിനും വെച്ച് കൊണ്ടുവന്നത്? അതും 7 ദിവസം കൊണ്ട്. കങ്കാരുവിനെ കിട്ടണേ ഓസ്ട്രേലിയയിൽ പോകണം, അതേപോലെ പെൻഗ്വിനെ കിട്ടണേ അന്റാർട്ടിക്കയിൽ പോകണം. ഇതേപോലെ നോഹ ഓരോ സ്ഥലത്തും പോയി ഇത്രയും മൃഗങ്ങളെ 7 ദിവസം കൊണ്ട് എങ്ങനെ കൊണ്ടുവരും? അങ്ങനെ ഒരു സംഭവം ശരിക്കും നടന്നിട്ടുണ്ടെങ്കിൽ അന്ന് മരിച്ച തെറ്റും ശരിയും അറിയാത്ത എത്ര കുട്ടികൾ കാണും? ഇവരെ എല്ലാവരും ദൈവം കൊന്നില്ലേ? പക്ഷേ ദൈവത്തിന് അതൊന്നും വിഷയമല്ല. ദൈവത്തെ അനുസരിച്ച് നോഹയാണെന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് നോഹയെ മാത്രം രക്ഷിച്ചു. നോഹ മാത്രമല്ല, നോഹയുടെ ഫാമിലി. അതായത് നോഹ ദൈവത്തെ അനുസരിച്ചു, അതുകൊണ്ട് നോഹയുടെ ഫാമിലി രക്ഷപ്പെട്ടു. ഫാമിലിയിലുള്ളവർ എന്തൊക്കെ തെറ്റിയിട്ടുണ്ടെന്ന് ദൈവം നോക്കുന്നില്ല. അല്ല, ഒരു കാര്യം കൂടെ, ദൈവം തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മൃഗങ്ങളെല്ലാം പല കോണ്ടിനെന്റിൽ പോയിട്ട് കളക്ട് ചെയ്യാൻ നോഹയോട് പറയുന്നത്. ദൈവത്തിന് ആദ്യം മൃഗങ്ങളെ ഉണ്ടാക്കിയാൽ പോലെ എല്ലാം നശിപ്പിച്ചിട്ട് ഒന്നുകൂടെ ദൈവത്തിന് ഉണ്ടാക്കാൻ കഴിയത്തില്ലേ? ഓക്കെ, ഇവർക്കുള്ള ഭക്ഷണം എല്ലാം കരുതി നോഹ ആ പെട്ടകത്തിൽ ഇത്രയും ജീവജാലങ്ങൾക്കുള്ള, ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും അതിനകത്തിൽ കയറ്റി അവർക്കുള്ള ഭക്ഷണങ്ങൾ, അതായത് ഈച്ച തൊട്ട് പൂച്ച, പട്ടി, ആന, ജിറാഫ്, സിംഹം, കടു, പാറ്റ, പല്ലി, പഴുതാര, പാമ്പ്, ഈ ലോകത്ത് ഇപ്പോൾ എന്തൊക്കെ ജീവികൾ കാണുന്നു അതെല്ലാം അതിനകത്ത് കയറി. അതും ശുദ്ധിയുള്ളത് 7 എണ്ണവും ശുദ്ധി ഇല്ലാത്ത 2 എണ്ണവും. പർവ്വജാതികൾ വേറെ. ഇതൊക്കെ ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. നിലത്തിറങ്ങി ഇവർ ആദ്യം ചെയ്യുന്നത് ശുദ്ധിയുള്ള മൃഗങ്ങളെയും പറവകളെയും വെച്ചിട്ട് ദൈവത്തിന് ബലി കൊടുക്കുക. ദൈവത്തിന് രക്തം എന്ന് പറഞ്ഞാൽ, ബലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ദൈവം ഈസ് എ റിയൽ ബ്ലഡ് കൊതിയൻ. അല്ല, ഞാൻ ആലോചിക്കുന്നത് ദൈവത്തിന് എന്തിനാണ് ബലി? ആ ബലി കൊടുത്തതിൻ്റെ സുഗന്ധം ദൈവം ആസ്വദിച്ചു എന്നും ബൈബിളിൽ പറയുന്നുണ്ട്. ഇതേ ദൈവം തന്നെ ഉൽപ്പത്തി 9:4 പറയുന്നത്, പ്രാണനായുള്ള രക്തത്തോടുകൂടി നിങ്ങൾ മാംസം തിന്നരുത്. ലിറ്ററലി ദൈവത്തിന് ബലി കൊടുക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ആ ദൈവം പിന്നെ പറയുകയാണ്, മൃഗമായാലും മനുഷ്യനായാലും പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ നിങ്ങൾ മാംസം ഭക്ഷിക്കരുത്. മനുഷ്യൻ്റെ കാര്യം പോട്ടെ, ഓക്കെ, സമ്മതിക്കാം. പക്ഷേ ഈ വേട്ടയാടുത്തിരുന്ന മൃഗങ്ങൾ എന്ത് ചെയ്യും? മനുഷ്യൻ്റെ കാര്യം സമ്മതിക്കുന്നത് ഇപ്പോൾ, പണ്ട് വേട്ടയാടി ജീവിച്ചിരുന്നൊരു കാലമുണ്ട്, വേട്ടയാടി മൃഗങ്ങളെ നമ്മൾ തിന്ന കാലമുണ്ട്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. അപ്പോൾ പുള്ളി ഉദ്ദേശിച്ചത് മൃഗങ്ങളും പാചകം ചെയ്ത് കഴിക്കണം എന്നാ. ഇതുപോലെ കുറേ മണ്ടത്തരങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് വായിക്കുന്നുണ്ട്, പക്ഷെ ആരും ഇത് മനസ്സിലാക്കുന്നില്ല. പിന്നീട് നടക്കുന്നൊരു കോമഡിയാണ്. ഈ നോഹ കൃഷി ചെയ്യാൻ തുടങ്ങി, മുന്തിരിത്തോട്ടമൊക്കെ വെച്ച് സെറ്റപ്പായി. ഒരു ദിവസം ഈ നോഹ വീഞ്ഞ് കുടിച്ച് മത്ത് പിടിച്ചിട്ട് തുണി ഇല്ലാതെ കിടന്നു. അപ്പോൾ ഇത് കാണുന്നത് നോഹയുടെ ഒരു പുത്രനാണ്. ഇവൻ ചെന്ന് മറ്റേ 2 സഹോദരന്മാരോട് പറയും, എടാ ഇതുപോലെ അപ്പൻ തുണിയില്ലാതെ കിടക്കുന്നത് മറയ്ക്കാൻ പറഞ്ഞു. അവർ കൊണ്ടുവന്ന് തുണി ഇടുന്നു. പിന്നെ ബോധം വന്നപ്പോഴത്തേക്ക് നോഹ പോയി പറഞ്ഞവനെ ശപിക്കുന്നു, അവൻ്റെ മകനെ ശപിക്കുന്നു. പുള്ളിയുടെ കാര്യം, ദൈവം തിരഞ്ഞെടുത്ത ആളാണ്. വീഞ്ഞടിച്ച് മത്തേ തുണിയില്ലാതെ കിടന്നിട്ട് പിറ്റേ ദിവസം വെളിവ് വന്നപ്പം എഴുന്നേറ്റ് മോനെ ശപിക്കുകയും ചെയ്തു. ദൈവം തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ ഏതായാലും കൊള്ളാം. ബൈബിൾ അനുസരിച്ച് പിന്നീട് ഇവരങ്ങ് പെറ്റ് പെരുകയാണ്. ഇവരാണ് ഈ ലോകം മൊത്തം പെറ്റ് പെരുകിയത്, നോഹയും കുടുംബവും. ബൈബിൾ അനുസരിച്ച് അന്ന് ലോകത്തൊറ്റ ഭാഷയായിരുന്നു മൊത്തം. ഇവർ കൂട്ടം കൂടി ഒരു പട്ടണം ഉണ്ടാക്കി, അവിടെ വലിയ ഗോപുരങ്ങളുണ്ടാക്കി. പക്ഷേ യഹോവ ഭയങ്കര സൈക്കോയാ, പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി നേരെ ഇറങ്ങി വന്നിട്ട്, എന്നതാണ് നീയെ കാണിച്ചു വെച്ചേക്കുന്നത്? ഇനി നീയൊക്കെ പല ഭാഷ സംസാരിക്കും, പല ദേശത്തോട് ഓടിപ്പോകുമെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ചിന്തിച്ച് കളഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന തെലുങ്ക്, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്ന് വേണ്ട എല്ലാ ഭാഷയും ഉണ്ടായത്. അങ്ങനെ നോഹയുടെ കഥ അവിടെ കഴിഞ്ഞു. ദെൻ ദ എൻട്രി ഓഫ് അബ്രഹാം. ഇതിൻ്റെ എല്ലാത്തിനും തുടക്കം ഇവിടുന്ന്. പുള്ളിക്കാരനാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. തുടങ്ങി വെച്ചത് പുള്ളിയാണ്. ഈ ജൂതമതവും ക്രിസ്തുമതവും ഇസ്ലാമും എല്ലാം പുള്ളിയുടെ ഒരു സംഭാവനയാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.